തൃക്കാക്കരയെ സംബന്ധിച്ച് ഇവിടെ ഭരണവിരുദ്ധ വികാരം ഉമാ തോമസിലേക്ക് പോകുന്നതിനെക്കാട്ടും കൂടുതലും ഉമാ തോമസ് വിരുദ്ധ വികാരം ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് ഗ്രൗണ്ടിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ട്. നിന്നോട് ആര് പറഞ്ഞു ഈ വിട്ടിത്തം? അഖിൽ മാരാർ എന്ന് പറഞ്ഞ പിക്ചറിൽ ഇല്ലാത്ത ആളാണ്. അഖിൽ മാരാർക്ക് ഒരു ഇതുമില്ല. തൃക്കാക്കരയുടെ മണ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു വർഗീയവാദികൾക്ക് പറ്റിയതല്ല. നാടാകെ അവന് വെല്ലുവിളിയാ. പിന്നില്ലേ ഈവൻ കോൺഗ്രസിനുള്ളിൽ ഭിന്നതകളുണ്ട്. എപ്പോഴും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥി തോൽക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന് പാളയത്തിൽ പറയാം. അതേ മച്ചി, ഈ ആധുനികവൽക്കരണത്തിൽ കവിതാക്കളെ പൊതുവെ ഫ്രണ്ട് എന്നാ പറയാറ്. നീ അങ്ങോട്ടാണ് തള്ളിക്കറി വരുന്നത്, അങ്ങോട്ട് ഇറങ്ങിക്കടാ. അതേസമയം BJP 2020 സംബന്ധിച്ച് അല്ലെങ്കിൽ BDJSനെ സംബന്ധിച്ച് അവർ വലിയ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുകയും നമ്മളെ സ്വീകരിക്കുകയും അത് ആത്മാർത്ഥമായിട്ട് തന്നെ അവർ വർക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്നെ കൊണ്ടൊന്നും കൂട്ടിയേ കൂടില്ല, നല്ല പ്രായണ്ടല്ലേ, വല്ല പണിക്ക് പോയിക്കൂടെ ആണെങ്കിൽ എത്ര വോട്ടിന്റെ ഭൂരിപക്ഷമായിരിക്കും അഖിലൊരു 1,40,000 വോട്ടാണ് ഈ മണ്ഡലത്തിൽ പോൾ ചെയ്തത്. അപ്പം ഞാൻ ഇടതുപക്ഷത്തിൽ പലരുമായി സംസാരിച്ചു, എനിക്ക് വ്യക്തിബന്ധമുള്ള പലരുമായി സംസാരിച്ച സമയത്ത് അവർ പ്രതീക്ഷിക്കുന്ന വോട്ട് എന്ന് പറയുന്നത് 35,000 വോട്ടുകളാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ആരായത് നിന്നോട് പറഞ്ഞത്? ആരും പറഞ്ഞല്ല, ഞാൻ ചുമ്മാ ഊഹിച്ചതാ. പട്ടി. ചില ട്രോളുകളൊക്കെ വന്നിരുന്നു കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി എന്നല്ല. നീ അതൊക്കെ അതെൻ്റെ അടുത്തൊരു ഇന്റർവ്യൂവിൽ ഒരാൾ തമാശ രൂപേണല്ലേ ഇപ്പം നമ്മളോട് ഇങ്ങനെ ചില എന്താ പറയുക ഹൈപ്പോത്തറ്റിക്കൽ ചോദ്യങ്ങൾ ചോദിക്കുമല്ലോ. അപ്പം ഭാവിയിൽ നിങ്ങൾക്ക് ആരാകണം, ഏതൊരു വകുപ്പ് കിട്ടിയാൽ താങ്കൾ സ്വീകരിക്കും എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരമാണ് അത്. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്നതാണ്. നാക്കെടുത്താന്നുണേ പറയൂ. ഇടക്കിടക്ക് പാർട്ടി മാറുന്ന ഒരാൾ എന്നുള്ള നിലയിൽ അടുത്ത തവണ ഈ പാർട്ടിയിലുണ്ടാവും. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. അല്ല, അത് നിങ്ങളുടെ കണ്ടുപിടുത്തമാണ്. ഞാൻ 8 വർഷമായിട്ട് സ്വതന്ത്രനാണ്. നിങ്ങളുടെ മാധ്യമപ്രവർത്തകർ ഒരു ചാനലിൽ നിന്ന് അടുത്ത ചാനലിലേക്ക് പോകണമെന്നില്ല. സ്വതന്ത്രനാണ്. സ്വതന്ത്രനല്ല, ഇപ്പൊ ഒരു മുന്നണിയുടെ ഭാഗമാണ്. ആ മുന്നണിയുടെ ഭാഗമായി മത്സരിക്കുന്നുണ്ട്. ഞാൻ സ്വതന്ത്രനല്ല. അതുകൊണ്ട് അഭിപ്രായങ്ങൾ സ്വതന്ത്രം. തുടർച്ചയായിട്ട് 2020 തന്നെ ഉണ്ടാവും അടുത്തൊരു. അത്തരം ചോദ്യങ്ങളെല്ലാം ഹൈപ്പോത്തറ്റിക്കലാണ്. ബിസിനസ് തുടങ്ങി ഈ ദുനിയാവിലെ ഏറ്റവും കുറഞ്ഞ വിലക്ക് നല്ല എല്ലാ കാലവും എല്ലാവരും എല്ലായിടത്തും ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ഇപ്പൊ നരേന്ദ്രമോദിയോട് നമ്മളിങ്ങനെ ചോദ്യം ചോദിക്കാൻ പാടുണ്ടോ? അപ്പം നമ്മൾ എന്നെ സംബന്ധിച്ച് എല്ലാ കാലവും ശരിപക്ഷം നിൽക്കുക, ജനപക്ഷം നിൽക്കുക എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ള മക്കളെ, സന്തോഷായി. അഖിൽമാരാറെങ്ങാനും ജയിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയണമായിരുന്നു, അനാശിന് ഒറ്റ വാക്ക്, ഒറ്റ തന്ത, ഒറ്റ കൊല പറഞ്ഞാൽ ചെയ്തിരിക്കും. ആ കൊല ഇവിടെ കാണിച്ചിരിക്കും. 100%. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.